ഇനി മറ്റ് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ലൈംഗിക പീഡന കേസിൽ ജനതാദൾ എസ് നേതാവും MLA-യുമായ HD രേവണ്ണ അറസ്റ്റിൽ. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ ഹാസനിലെ വീട്ടിൽ നിന്നാണ് രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 3 തവണ നോട്ടീസ് നൽകിയിട്ടും രേവണ്ണ ഹാജരായിരുന്നില്ല. വീട്ടിലെ ജോലിക്കാരിയോട് ലൈംഗിക അതിക്രമം കാണിച്ചെന്നാണ് കേസ്. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയെന്നും ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന മറ്റൊരു കേസും രേവണ്ണയ്ക്കെതിരെയുണ്ട്. രേവണ്ണയുടെ മകനായ പ്രജ്വൽ ചിത്രീകരിച്ച അശ്ലീല വീഡിയോയിൽ ഉൾപ്പെട്ട സ്ത്രീയെ രേവണ്ണയുടെ സഹായികൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പരാതിയുണ്ടായിരുന്നു. അതേസമയം മകൻ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. മനു, വലിയ വിവാദങ്ങൾ, വലിയ വാർത്തയായ വിഷയമാണ് NDA ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. പ്രജ്വൽ രേവണ്ണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്നു. അത്തരത്തിൽ വലിയ തലവേദനയായ വിഷയമാണ് NDAക്ക്. അതേസമയം ഇത് കർണാടകയിൽ വലിയ തരത്തിൽ NDAക്കെതിരെ പ്രചാരണ ആയുധമാക്കുന്ന വിഷയമാണ് കോൺഗ്രസ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ? ഏത് തരത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഈ പ്രജ്വൽ രേവണ്ണ ഇന്ത്യ വിട്ടുകഴിഞ്ഞിരിക്കുന്നു. പ്രജ്വൽ രേവണ്ണയ്ക്കായിട്ടുള്ള തെരച്ചിൽ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ? ആര്യ, ഇദ്ദേഹം പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് കടന്നു എന്നാണ് കരുതുന്നത്. ഇന്റർപോളിന്റെ സഹായം തേടാനാണ് കർണാടക സർക്കാർ ഇപ്പോൾ CBIയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. പരാതിക്കാരിക്കൊപ്പം പ്രജ്വലിന്റെ വീട്ടിൽ എത്തി ഉദ്യോഗസ്ഥർ തെളിവെടുപ്പ് നടത്തി. ഹസൻ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ പ്രജ്വൽ വോട്ടെടുപ്പ് നടന്ന 26-ന് വൈകിട്ട് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് രാജ്യം വിട്ടത്. ഏതായാലും ഹാസനിലെ JDS MP പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോയിൽ ഉൾപ്പെട്ട സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ ആണ് അയാളുടെ അച്ഛനും JDS നിയമസഭാ അംഗവുമായ HD രേവണ്ണ അറസ്റ്റിലായിട്ടുള്ളത്. രേവണ്ണ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ബംഗളൂരുവിലെ ജനപ്രതിനിധികളുടെ കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. JDS ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ HD ദേവഗൌഡയുടെ വീട്ടിൽ നിന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായത്. HD ദേവഗൌഡയുടെ മകനാണ് മുൻ മന്ത്രി കൂടിയായ രേവണ്ണ. വീട്ടിലെ മുൻ ജോലിക്കാരി തട്ടിക്കൊണ്ടുപോയതിന് രേവണ്ണയുടെ പേരിൽ മൈസൂർ KR നഗറിലാണ് പരാതി ഉണ്ടായിരുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയ സ്ത്രീയുടെ 20-കാരനായ മകൻ ആണ് ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിരുന്നത്. അതിനിടെ ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് ആരോപിക്കപ്പെട്ട ഈ സ്ത്രീ രേവണ്ണയുടെ സഹായിയായ ഒരാളുടെ വീട്ടിലല്ല ഫാം ഹൗസിൽ നിന്നും അവരെ കണ്ടെത്തിയിട്ടുണ്ട്. രാജശേഖർ എന്ന ഈ രേവണ്ണയുടെ സഹായിയുടെ കുൻചൂരിലെ ഒരു ഫാം ഹൗസിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ ഈ യുവതിയെ കണ്ടെത്തിയത്. ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ രേവണ്ണയ്ക്കൊപ്പം പ്രതിയായ മൈസൂരു സ്വദേശി ബാവണ്ണയെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പ്രത്യേക സംഘം രേവണ്ണയുടെ വീട്ടിലെത്തി അവിടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ പ്രജ്വലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനൊക്കെയുള്ള നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രജ്വൽ രേവണ്ണയെ തിരിച്ചെത്തിക്കാൻ CBI സമ്മർദ്ദം ശക്തമാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്റർപോളിന്റെ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ തേടും എന്നും ആണ് വ്യക്തമാകുന്നത്. മനു, എന്തായാലും രാഷ്ട്രീയമായി നോക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് നടക്കാനിരിക്കെ NDAയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിലൊരു വലിയ വിവാദം, കേസ്, പരാതി ഉണ്ടാകുന്നു. അതിനെതിരെയുള്ള തെളിവുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണയുടെ പിതാവ് തന്നെ അറസ്റ്റിലാവുന്ന സാഹചര്യം വരുന്നു. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ, ഈ സ്ഥാനാർത്ഥിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കേണ്ട സാഹചര്യം വരുന്നു. ഇന്റർപോൾ അന്വേഷണത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ അത് NDAക്ക് വലിയ തലവേദനയാകും, തിരിച്ചടിയാകും. ഈ സ്ത്രീ വോട്ടർമാരുടെ അടക്കം ഒരു പിന്തുണ ഇനി നഷ്ടമാകുമെന്നുള്ള ആശങ്ക അത് നിലനിൽക്കുന്നില്ലേ? ഒപ്പം കോൺഗ്രസ് അതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നില്ലേ അവിടെ? സ്വാഭാവികമായും അത് ദേശവ്യാപകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഒരു നിർണായക ഘടകമാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ രാജ്യത്താകമാനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീകൾക്ക് വേണ്ടി ചില പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ കൂടുതൽ പദ്ധതികൾ അവരുടെ പ്രകടന പത്രികകളിൽ ഉൾക്കൊള്ളിക്കുന്നു. NDA ആകട്ടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാരി ശക്തി തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു. സ്ത്രീ ശാക്തീകരണം വലിയ ഒരു പ്രധാന അജണ്ടയായി തന്നെ ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്.
പക്ഷേ കർണാടകയിൽ ഈ JDS-ന്റെ സാധ്യത എത്രമാത്രമാണ് ഈ രംഗത്തുണ്ടാകുക എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇത് ഏത് തരത്തിലൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ SP കുമാരസ്വാമി മന്ത്രിസഭയിൽ 2 തവണ മന്ത്രിയായിരുന്ന രേവണ്ണ ആണ് ഇത്തരത്തിൽ പ്രതിയായി അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ഉള്ളത് എന്നതും അത് JDS-ന്റെ നിയമസഭാ കക്ഷി നേതാവൊക്കെയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയപരമായി ഒരു തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. തീർച്ചയായും മനു ഭരത്താണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.